ഹലോ. ഇപ്പോൾ ഒന്ന് സ്പെയിനും ബെൽജിയവും നല്ല കിടിലൻ മത്സരമായിരിക്കും. സ്പെയിന് ഒരു ഗിയറും കൂടി മാറ്റണം, അല്ലാണ്ട് അങ്ങനെ എളുപ്പത്തിൽ ബെൽജിയത്തിന് തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്പെയിനാണ് സംഭവം, നമ്മളെ വേൾഡ് കപ്പിൻ്റെ ഫേവറേറ്റ് ഒക്കെയാണ്, ഇതുവരെ ഒരു ഗോളും വാങ്ങിയിട്ടില്ല. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞൊരു ഗിയറും കൂടി മാറ്റണം. എന്താ വെച്ചാൽ കഴിഞ്ഞ കളി പോർച്ചുഗലിലൂടെ തന്നെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാളി പോർച്ചുഗൽ ഒന്ന് ഉണർന്ന് കളിച്ചെങ്കിൽ സ്പെയിനിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് കളി കണ്ടിട്ട് അന്ന് തോന്നിയത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽജിയത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിബ്രോയിൻ ഉണ്ട്, ലുക്കാക്കു ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോമിലാണുള്ളത്, പിന്നെ ഡോക്കു ഉണ്ട്, പിന്നെ ട്രൊസാർഡ് ഉണ്ട്. ഓരൊക്കെ വിങ്ങ് നല്ല സ്പീഡായിരിക്കും. പിന്നെ കോട്ടിയാസ് എന്ന് പറഞ്ഞ ഗോളി. സ്പെയിനിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് വിയൻ ടോറസും പോയതിനു ശേഷം അതേപോലത്തെ ഒരു നമ്പർ 9 ഫോർവേഡ് ഇതുവരെ സ്പെയിന് കിട്ടിയില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾ ഇപ്പോൾ രണ്ട് വിങ്ങിൽ കൂടി ഇപ്പോൾ നിക്കോ വില്യംസ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് വിങ് ആയാലും ലെഫ്റ്റ് വിങ് ആയാലും യമാലായാലും നല്ല രണ്ട് വിങ് ഉണ്ട്, രണ്ട് നല്ല മിഡ്ഫീൽഡ് ഉണ്ട്, പെട്ടിയായാലും ഒലോമായാലും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 9 ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കറക്റ്റ് ഫസ്റ്റ് ഇതിപ്പോൾ 2-3 ചാൻസ് കിട്ടി, ഒരു ഗോള് 3 ചാൻസ് മിസ്സാക്കിയിട്ടാണ് ഒരു ഗോൾ അടിക്കുക. അങ്ങനത്തെ കളി പറ്റൂലെന്ന്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കളിയില്ല. പക്ഷേ അപ്പുറമാണെങ്കിൽ ലുക്കാക്ക് നല്ല ഫോമിലാണുള്ളത്, കിട്ടിയ ചാൻസൊക്കെ ഗോളാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പെയിൻ ഒന്നുകൂടി ഒന്ന് ഉണർന്ന് കളിച്ചാൽ മാത്രമാണ് ബെൽജിയത്തിനെ വീഴ്ത്താൻ പറ്റും, അല്ലെങ്കിൽ സ്പെയിനിന് പണി കിട്ടും. അതിൻ്റെ കോട്ടിയാസാണ് ഗോളി, വിചാരിച്ച പോലെ ഗോള് കയറ്റാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ പിന്നെ കളി കഴിഞ്ഞിട്ട് കാണാൻ നോക്കും.